കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ ശ്രീകണ്ഠാപുരം ടൗണിൽ വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നഗരസഭ. മഴക്കെടുതിക്ക് പിന്നാലെ പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികളും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായിരുന്ന ശ്രീകണ്ഠാപുരം നഗരത്തിൽ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയതിനെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ടൗണിലെ റോഡുകൾ, ഓടകൾ, വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തു. മഴക്കെടുതിക്ക് പിന്നാലെ പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് EV രാമകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. നമുക്ക് നിങ്ങൾ ആര് വിചാരിച്ചാലും പൊന്തിക്കാൻ പറ്റാത്ത ക്രെയിനും JCB മാത്രം ഉപയോഗിച്ച് പൊന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേസ്റ്റ് ആയിരുന്നു നമ്മുടെ പല സ്ഥലത്തും നമ്മൾ കാണപ്പെട്ടു. അത് മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം ഇവിടെ ടൗണ് തന്നെ എപ്പോഴും സ്ഥിരമായി വെള്ളപ്പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം എനിക്ക് വ്യാപാരി സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആരെ വിചാരിച്ചാലും സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് അസാധ്യമായ ചില പ്രശ്നപരിഹാരം. നഗരസഭാ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരികൾ, സമരിറ്റൻ, പാലിയേറ്റീവ് അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.